ജില്ല പൊതുവെ അവികസിത ജില്ലയായതുകൊണ്ട് ജില്ലയിലെ ഏത് പ്രദേശത്ത് വന്നാലും അത് സ്വാഗതാർഹമാണെന്ന നിലപാടാണ് ഞങ്ങൾ ചെയ്യുന്നത്. വ്യക്തി എന്നുള്ളത് പാലക്കാട് വരലാണ്, അല്ലെങ്കിൽ മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ ഒരു പൗരൻ എന്നുള്ളത് മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ വരലാണ് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടുള്ള ലാഭം. പക്ഷെ പാർട്ടിയുടെ നിലപാടെടുക്കുമ്പോൾ വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യത്തിനനുസരിച്ചല്ല നിലപാടെടുക്കുക. അപ്പൊ അത് ഇപ്പൊ അവിടുന്ന് പോയി ഗവൺമെന്റ് പെരുന്തമണ്ണയിൽ ഏറ്റവും അവികസിതമായി നിൽക്കുന്ന ഒരു പ്രദേശത്ത് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അതിന്റെ വിഷയത്തിന് മുസ്ലിം ലീഗ് എടുത്തിട്ടത് എന്താ വെച്ചാൽ മുസ്ലിം സമുദായത്തോടുള്ള കടുത്ത അവഗണനയുടെ ഭാഗമായിട്ട് ഇടതുപക്ഷ ഗവൺമെന്റ് ഈ യൂണിവേഴ്സിറ്റി മലപ്പുറത്ത് വരുന്നതിന് തടയണമെന്നാണ്. എന്ന് പറഞ്ഞാൽ മലപ്പുറം ആ മുനിസിപ്പാലിറ്റിയിൽ മാത്രമേ മുസ്ലിങ്ങളുള്ളൂ എന്നാണ് ലീഗ് പറയുന്നത്. മലപ്പുറം ജില്ലയിൽ പോരാ, മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ വേണം. അതില്ല കഴിഞ്ഞാൽ അത് സമുദായത്തിനെതിരാണ്. സമുദായം മുന്നിൽ പാഠപുസ്തകം പ്രശ്നം വന്നു, സമുദായത്തെ മുന്നിൽ വെച്ചു നിരീശ്വരവാദം കൊണ്ടുവരികയാണ് സമുദായത്തെ തകർക്കാൻ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സാമുദായികത കൊണ്ടുവരും. കണ്ട അണ്ടനും മടങ്ങോടെ പഞ്ചായത്തുകൾ കണ്ടയക്കാൻ പറ്റില്ല. നമ്മളെ ഇന്ന ആഴ്ചയിൽ നമ്മളെ ഇന്ന വാപ്പാന്റെ വാപ്പ ഇന്നാളെ വല്യപ്പ മൂപ്പന് ഇരിക്കണം അവിടെ, അല്ലെങ്കിൽ നമുക്ക് സമുദായത്തിന് മോശമാണ്, സമുദായത്തിന് മോശമാണ്. ഇങ്ങനെ പറഞ്ഞ് വിഷയങ്ങളിലേക്ക് ജനങ്ങൾ തിരിയുമ്പോൾ സമുദായത്തിന് കൊണ്ട് കൊണ്ടു നോക്കും. പക്ഷെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇതൊക്കെ തള്ളിക്കളഞ്ഞു. ഇവരുടെ എല്ലാ കുതന്ത്രങ്ങളെയും തള്ളിക്കളഞ്ഞിട്ട് അവർ ഇരുത്തണ്ടെടുത്ത് എന്നിട്ടും പാഠം പഠിച്ചിട്ടില്ല. ഇപ്പൊ EMS ഭവന നിർമ്മാണ പദ്ധതി എന്ന പരിപാടി കേരള ഗവൺമെന്റ് നടപ്പാക്കിയാണ്. പല പഞ്ചായത്തുകളിലും അതിന്റെ പണികൾ നടന്നുകൊണ്ടില്ല. മുസ്ലിം ലീഗിന് നേതൃത്വം കൊടുക്കുന്ന പല പഞ്ചായത്തുകളിലും അതിന്റെ പണി മുന്നോട്ട് പോകുന്നില്ല. 3 സെന്റ് 4 സെന്റ് ഭൂമിയുള്ളവർ, അല്ലെങ്കിൽ ഭൂമി ഇല്ലാത്തവര് ഭൂമി കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഭൂമി 4 സെന്റ് ഉള്ളവര് വീടുണ്ടാക്കാനുള്ള സൗകര്യങ്ങൾ, അല്ലെങ്കിൽ അതുപോലെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം. ഇതുവരെ തിരിഞ്ഞു നോക്കുന്നില്ല. എന്തുകൊണ്ടാ കൈക്കൂലി വാങ്ങാൻ വകുപ്പില്ല. ചെറിയ പെരണ്ടാക്കി കൊടുക്കണേ. 5 സെന്റ് 4 സെന്റ് 3 സെന്റ് ഭൂമിക്കാരന് എന്ത് വാങ്ങാനാണ്? വാങ്ങാൻ എവിടുന്ന് നമുക്ക് വാങ്ങി ശീലണ്ട്. പക്ഷെ അതുകൊണ്ട് എന്ത് കിട്ടാൻ കാര്യമായിട്ട് സംഖ്യ കിട്ടൂല. കാര്യമായിട്ട് സംഖ്യ കിട്ടൂല. അതുകൊണ്ട് അടി അങ്ങനെ അടിയില്ല. ഞങ്ങൾക്കാണ് നേരമില്ല. അത്തരം കാര്യങ്ങളൊന്നും നോക്കാൻ സമയമില്ല. വല്ല മുതലാളിമാരെ ബിൽഡിംഗ് കയറ്റാൻ സൗകര്യം ചെയ്തു തരണോ, അതിന് കെട്ടിട നിർമ്മാണ നിയമത്തിന് ഇളവ് ചെയ്തു തരണോ, മുതലാളിമാരുടെ ടെസ്റ്റ് കൂടെ റോഡ് ഉണ്ടാക്കണോ, അതിനൊക്കെ ഞങ്ങൾ സമീപിച്ചോളി. അതിന് ഞങ്ങൾ റെഡിയാണ്. ഈ ജാതി ഏർപ്പാടെന്ന് ഞങ്ങളോട് പറയണ്ട. ആകെ 3 ലക്ഷം 2 ലക്ഷം 80,000 90,000 ഉറുപ്പിക പേര് പിന്നെ എന്താകെ കിട്ടുക? എന്താ പ്രശ്നം? മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ 2 ബസ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡ് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേറെ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കുക. കാരണം ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കുമ്പോൾ മുസ്ലിം ലാഭമുണ്ട്. കച്ചവടം എപ്പോഴും ലാഭത്തിലായിരിക്കണം, നട്ടാകാൻ പാടില്ല. ഇതാ പ്രശ്നം. അതിന്റെ ഭാഗമാണ് ജനങ്ങളെ ജനകീയമായ പ്രശ്നങ്ങളിൽ നിന്ന് സമുദായത്തിന്റെ മറ ഉപയോഗിച്ച് മുസ്ലിം ലീഗ് തടയുമ്പോൾ ജനങ്ങൾ ആ വിഷയത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ജനകീയ സമരങ്ങൾ. അപ്പൊ കുറെ ആയിരക്കണക്കിന് ആൾക്കാർ ഞങ്ങളുടെ ജാതിയിലുണ്ടോ ഇല്ലെന്നുള്ളതിനും, ആയിരക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ